IPL-ൽ മുംബൈ ഇന്ത്യൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് അനായാസ ജയം. മുംബൈ ഉയർത്തിയ 126 റൺസ് വിജയലക്ഷ്യം രാജസ്ഥാൻ 15.3 ഓവറിൽ മറികടന്നു. 6 വിക്കറ്റിനാണ് റോയൽസിന്റെ ജയം. മുൻനിര ബാറ്റർമാരെ ചെറിയ സ്കോറിൽ പുറത്താക്കാനായെങ്കിലും റോയൽസിന്റെ ജയം തടയാൻ മുംബൈ ബോളർമാർക്ക് കഴിഞ്ഞില്ല. അർദ്ധ സെഞ്ചുറി നേടി ടീമിനെ ജയത്തിലെത്തിച്ച മധ്യനിര താരം റിയാൽ പരാഗാണ് രാജസ്ഥാന്റെ ടോപ്പ് സ്കോറർ. ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ യശസ്വി ജയ്സ്വാൾ, ജോസ് ബട്ട്ലർ, സഞ്ജു സാംസൺ എന്നിവർ വേഗത്തിൽ പുറത്തായെങ്കിലും പരാഗിന്റെ ശ്രദ്ധയോടെയുള്ള ബാറ്റിംഗ് റോയൽസിന് തുണയായി. മുംബൈക്ക് വേണ്ടി ആകാശ് മദ്യാൾ 3 വിക്കറ്റ് വീഴ്ത്തി. പേസർ ട്രെന്റ് ബോൾട്ടും സ്പിന്നർ യുസ്വേന്ദ്ര ചഹലും മിന്നുന്ന പ്രകടനം പുറത്തെടുത്തപ്പോൾ പേരുകേട്ട മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് നിരയെ രാജസ്ഥാൻ റോയൽസ് 125 റൺസിൽ പിടിച്ചുകെട്ടി. നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിലാണ് മുംബൈ 125 റൺസ് നേടിയത്. മുംബൈ ബാറ്റിംഗ് നിരയിലെ 4 ബാറ്റർമാർ മാത്രമാണ് 2 അക്കം കടന്നത്. 21 പന്തിൽ 34 റൺസ് നേടിയ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയാണ് മുംബൈയുടെ ടോപ്പ് സ്കോറർ. ടോസ് നേടി ബോളിംഗ് തിരഞ്ഞെടുത്ത ക്യാപ്റ്റൻ സഞ്ജു സാംസണിന്റെ തീരുമാനത്തെ അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന തുടക്കമാണ് റോയൽസിന് ലഭിച്ചത്. രോഹിത് ശർമ്മ നേരിട്ട ആദ്യ പന്തിൽ സഞ്ജുവിന് ക്യാച്ച് നൽകി മടങ്ങിയപ്പോൾ തൊട്ടടുത്ത പന്തിൽ നമർദിർ വിക്കറ്റിനു മുന്നിൽ കുടുങ്ങി. ഇമ്പാക്ട് പ്ലെയറായി എത്തിയ ഡൊവാൾ ബ്രിവിസിനെ തന്റെ അടുത്ത ഓവറിൽ ബോൾട്ട് തന്നെ മടക്കി. 14 പന്തിൽ 20 റൺസ് എടുത്ത ഇഷാൻ കിഷനെ നാത്രേ ബർഗർ സഞ്ജുവിന്റെ കൈകളിലെത്തിച്ചു. ഇതോടെ മുംബൈ 4-20 എന്ന നിലയിലേക്ക് വീണു. പിന്നാലെയെത്തിയ ഹാർദിക് പാണ്ഡ്യ തിലക് വർമ്മയ്ക്കൊപ്പം സ്കോർ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും വൈകാതെ വീണു. ടീം സ്കോർ 100 തികയും മുൻപ് തിലക് വർമ്മയും മടങ്ങി. വാലറ്റത്തിനൊപ്പം ടീം ഡേവിഡ് നടത്തിയ ചെറുത്തുനിൽപ്പാണ് ടീം സ്കോർ 100 കടത്തിയത്. റോയൽസിനു വേണ്ടി ബർഗർ 2ഉം ആവേശ് ഖാൻ 1 വിക്കറ്റും വീഴ്ത്തി. ന്യൂസ് ഡെസ്ക് യൂടോക്ക്.